എന്നാൽ ഇവരുടെ കൂടെ പല സ്ഥലത്തും ഞാൻ കമ്പനിക്ക് ഇരിക്കാറുണ്ട്. നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് കമ്പനിക്ക് ഇരിക്കാറുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ സുഹൃത്തുക്കൾ കമ്പനി കൂടുന്നു, ആഘോഷിക്കുന്നു അല്ലേ? ആഘോഷം വരേണ്ടത് എപ്പോഴാണ്? വിജയത്തിന് ശേഷമാണ്. വിജയിച്ചോ ആഘോഷിക്കണം. പക്ഷെ ഇപ്പോഴത്തെ കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് ആഘോഷം ആദ്യം, വിജയം വരുന്നേയില്ല. ഈ ആഘോഷത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പലരും പറയുന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെയാണ്. സന്തോഷം ആ കൂട്ടുകാരാണ് ഇരിക്കുന്നതെങ്കിൽ അവസാനം പറഞ്ഞു വരുമ്പോൾ അവരവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് അങ്ങനെ അങ്ങ് പിരിയും. ഞാൻ ചോദിക്കട്ടെ, ചിലർക്ക് ഇത് അഡിക്ഷനുമായിട്ടുണ്ടാവും. എല്ലാവരുടെയും ആഗ്രഹം രക്ഷപ്പെടണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ലോ കേട്ടോ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ, ഞാൻ അവരോട് സംസാരിക്കുന്ന അതേ ഫ്രീഡത്തോടു കൂടിയാണ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം, സക്സസ് സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അഡിക്ഷൻ ടു അബൻഡൻസ്. നമ്മളിന്ന് അഡിക്റ്റാണോ? ഇപ്പം ഡെയിലി 200 രൂപ 300 രൂപ ഇന്ന് കള്ളിന് വേണ്ടി ചിലവാക്കുന്നുണ്ടോ? നോക്കണേ. ഇത് ബാധകമായവർ മാത്രമേ ഇത് എടുക്കാവുള്ളൂ. ഇല്ലാത്തവർ, കള്ളു കുടിക്കാത്തവർ ഇത് എടുക്കണ്ട. വേറെ എന്തെങ്കിലും ദുർച്ചിലവുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ദുസ്വാധീനമാണല്ലോ ഈ മദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി ഒരു 200 രൂപ ഷെയർ ഇട്ടാൽ പോലും മാസം 5000 6000 രൂപയായി. അങ്ങനെ ഷെയർ ഇടുന്ന 20 പേര് കുടിക്കേ, മാസം 5000 വെച്ചിട്ടാണെങ്കിൽ 1 ലക്ഷം രൂപയായി. 1 ലക്ഷം രൂപ ഒരു ചിട്ടി സ്ഥാപനത്തിൽ അടച്ചാൽ 5 മാസം കൊണ്ട് 5 ലക്ഷം രൂപ നിക്ഷേപത്തിൽ എടുക്കാണ്ട് 20-25 ലക്ഷം രൂപയുടെ ചിട്ടി അവിടെ നിന്ന് പിടിക്കാൻ പറ്റും. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കി. ഒരു 2-3 വർഷം നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബാക്കി